അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് സേവിങ്സ് ഓൺ കൺസപ്ഷൻ ആണ്. നമ്മൾ ഈ 3 ബെനഫിറ്റ് 33% വരെ റീറ്റെയിൽ പ്രോഫിറ്റ്, 10,000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിയ 13,300 രൂപയ്ക്ക് ഏതൊരാൾക്കും വിൽക്കാൻ കഴിയും. ഇന്ന് കടന്നു വരുന്ന പുതിയൊരാൾക്കും പ്രിഫേർഡ് കസ്റ്റമർക്കും ആർക്കും വിൽക്കാൻ കഴിയും. ആ 33% ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിന് ഡിസ്കൗണ്ട് കിട്ടും, നമുക്ക് വിൽക്കാൻ പറ്റുന്നതിന് അത് കിട്ടും. ഇതുകൂടാതെ 25% വരെ ലോയൽറ്റി പ്രോഗ്രാം, അത് നിങ്ങൾക്ക് അറിയാൻ കൃത്യമായിട്ട് 10,000 രൂപ വരെ കമ്പനി ഒരു പ്രാവശ്യം 6 മാസത്തിൽ ഒരിക്കൽ ലോയൽറ്റി തരുന്നത്. അത് 25% നിങ്ങളുടെ. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോഗ്രഷൻ ബോണസ് ആണ്. രണ്ടാമത്തെ ബോണസ് എന്ന് പറയുന്നത് പ്രോഗ്രഷൻ ബോണസ് ആണ്. ഇത് നമ്മളെ തുടക്കക്കാരായ ആൾക്കാർക്ക് അവരൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ കിട്ടുന്ന ബോണസ് ആണ് ഈ പ്രോഗ്രഷൻ ബോണസ് എന്ന് പറയാം. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഇന്ന് എല്ലാ മേഖലയിലും നെറ്റ്വർക്ക് ഉണ്ട്. നമുക്ക് സ്വിഗ്ഗി ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ്, ഏതെല്ലാം ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് അതെല്ലാം നെറ്റ്വർക്കാണ്. നമ്മുടെ മൊബൈൽ ഫോൺ അതൊരു നെറ്റ്വർക്കാണ്. ഇന്ന് നെറ്റ്വർക്ക് ഇല്ലാത്ത മേഖലയില്ല ഡിയർ ഫ്രണ്ട്സ്. അതുപോലെ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലും നിങ്ങൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പം അവർക്ക് ഓഫർ ചെയ്യുന്ന ആദ്യത്തെ ബെനിഫിറ്റ് ആണ് 6% വരെ റെഫർ ചെയ്യുന്നതിനും മറ്റുള്ളവരെ ബിസിനസ്സിൽ കൊണ്ടുവരുന്നതിനും നിങ്ങൾ സ്വന്തമായി പ്രോഡക്റ്റ് വാങ്ങുന്നതിനും റെഫർ ചെയ്ത ആൾക്കാരിൽ നിന്നുള്ള ബിസിനസ് വോളിയത്തിന് അല്ലെങ്കിൽ PVക്ക് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇൻകമാണ് പ്രോഗ്രഷൻ ബോണസ് എന്ന് പറയാം. തുടക്കത്തിലുള്ള ഒരു ബോണസ് ആണ്. അപ്പൊ ഇത് 15 PV മുതൽ ചെയ്യുന്ന ഒരു അഡ്വൈസർക്ക് 2% ഈ പ്രോഗ്രഷൻ ബോണസ് കിട്ടും. 15 PV എന്ന് പറയുമ്പം ഒരു PV എന്ന് പറയുന്നത് 27 ബിസിനസ് വോളിയമാണ്. അപ്പം 270 135 370 ഏകദേശം 405 BV. നമ്മൾ ഇതിൽ PVക്കാണ് പ്രാധാന്യം. നിങ്ങൾ BV ടൈംസിലേക്ക് കൂടുതൽ പോകേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞത് നിങ്ങൾ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഏകദേശം ഒരു 400 ശിഷ്ടം PV ചെയ്യുന്ന ഒരാൾക്ക് തന്നെ, പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് തന്നെ 2% ബോണസിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയാം. 15 PV തൊട്ട് 49 PV ചെയ്യുന്ന ഒരു അഡ്വൈസർക്ക് 2% പ്രോഗ്രഷൻ ബോണസ് കിട്ടും. അയാളും സ്വന്തമായിട്ടും ടീമും കൂടെ 50 PV തൊട്ട് 199 PV വരെ പർച്ചേസ് ചെയ്യണമെങ്കിൽ 3% ബോണസ് കിട്ടും, പ്രോഗ്രസീവ് ബോണസ് കിട്ടും. 200 PV തൊട്ട് 399 PV വരെ ആണെങ്കിൽ 4% ബോണസ് കിട്ടും. 400 PV തൊട്ട് 699 PV വരെ സ്വന്തമായും ഗ്രൂപ്പിലും നടക്കുകയാണെങ്കിൽ ആ മാസം 5% ബോണസ് കിട്ടും. 700 PV തൊട്ട് 1099 PV വരെ ചെയ്യുന്ന ഒരാളിനെ അഡ്വൈസർ എന്ന് തന്നെയാണ് കമ്പനി പറയുന്നത്. ലോവർ ലെവലിൽ ഒരൊറ്റ ഡെസിഗ്നേഷനേ ഉള്ളൂ ഈ പ്ലാനിൽ. കാര്യം അത് അഡ്വൈസറാണ്. ഒരു അഡ്വൈസർക്ക് 2% മുതൽ 6% വരെ പ്രോഗ്രസീവ് ബോണസ് കമ്പനി നൽകും. അവരുടെ ഓരോ മാസത്തെയും ടീമിലെ ബിസിനസ് PVക്ക് അനുസരിച്ച്, ഓരോ മാസവും ടീമിൽ നടക്കുന്ന പോയിന്റ് വാല്യൂവിനനുസരിച്ച്, ഓരോ പ്രോഡക്റ്റിനും ഒരു പോയിന്റ് വാല്യൂ ഉണ്ടാവും. ആ പോയിന്റ് വാല്യൂ കൂടി ഇപ്പം നമ്മളൊരു 3 പോയിന്റ് വാല്യൂ ഉള്ള 10 പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ, പേസ്റ്റ് വാങ്ങണം 10, ഒരു പേസ്റ്റിന് 3 പോയിന്റ് വാല്യൂ ഉണ്ടെങ്കിൽ 10 പേസ്റ്റ് വാങ്ങിയാൽ നമ്മൾ 30 പോയിന്റ് വാല്യൂ കിട്ടും. അങ്ങനെ നിങ്ങൾ എത്ര പ്രോഡക്റ്റ് വാങ്ങുന്നു ആ പ്രോഡക്റ്റുകളെല്ലാം ആ പോയിന്റ് വാല്യൂ എല്ലാം കൂടെ ആഡ് ചെയ്യും. നിങ്ങളുടെ ടീമിൽ വാങ്ങുന്ന ആൾക്കാരെ പോയിന്റ് വാല്യൂ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആ ഗ്രൂപ്പ് വോളിയം എടുത്തിട്ട് ടോട്ടൽ ഗ്രൂപ്പ് PV എടുത്തിട്ട് ആണ് ഈ പ്രോഗ്രസീവ് ബോണസ് തരുന്നത്. പഴയ പെർഫോമൻസ് ബോണസ് ആണിത്. ഇവിടെ അക്കുമുലേഷൻ ഇല്ല. കാര്യം എന്ന് പറയാൻ, അക്കുമുലേഷൻ വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ബെനിഫിറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് അക്കുമുലേഷൻ ഇല്ല. വളരെ ചെറിയ ടാർഗറ്റ് ആണ്. അതാത് മാസം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഫ്രഷ് PVക്കാണ് ഈ ബോണസ് കമ്പനി നൽകുന്നത്. അപ്പൊ ഓരോ അഡ്വൈസർമാർക്കും കിട്ടും. അപ്പം 15 മുതൽ 49 വരെ ചെയ്യുന്ന അഡ്വൈസർക്ക് 2% പ്രോഗ്രസീവ് ബോണസ് കിട്ടും. 50 PVക്ക് മേളിൽ ടോട്ടൽ ഗ്രൂപ്പ് PV കൊണ്ടുവരുന്ന അഡ്വൈസർക്ക് 3% പ്രോഗ്രസീവ് ബോണസിന് പുറമെ പവർ ഓഫ് 4 എന്ന് പറയുന്ന
ഈ പ്ലാനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഷെയർ, പൂൾ ഷെയർ, അത് എത്രയാണെന്നുള്ള അടുത്ത സ്ലൈഡിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നേരത്തെ ട്രിപ്പിൾ പവർ ചെയ്തതുപോലെ ഉള്ള ഷെയർ ആണ്. അങ്ങനെ ഒരു ഷെയർ, 2 ഷെയർ ഈ അഡ്വൈസർക്ക് കിട്ടും, അതിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം 4% പ്രോഗ്രസീവ് ബോണസിന് അർഹനാകുന്ന ഒരാൾക്ക് പവർ ഓഫ് 4ന്റെ ഷെയറിന് അർഹതയുണ്ട്. 2 മുതൽ 2 ഷെയർ 4 ഷെയർ വരെ അവർക്ക് വാങ്ങാൻ കഴിയും. 5%-നും 6%-നും അർഹതയുള്ള അഡ്വൈസേഴ്സിന് ഈ പവർ ഓഫ് 4ന്റെ ഷെയർ കിട്ടും. അപ്പം 1100 ടോട്ടൽ ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ ഒരു അഡ്വൈസർ ഒരു മാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ആ മാസം തന്നെ ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. അത് ഇൻഫിനിറ്റി പ്ലാനിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കാര്യം നേരത്തെയുള്ള പ്ലാനിൽ 4000 കുമുലേറ്റീവ് PV വരണമായിരുന്നു. അത് നമ്മൾ 2-3 മാസം കൊണ്ടൊക്കെയാണ് ആൾക്കാർ 4000 കുമുലേറ്റീവ് PVയിൽ എത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഒരു ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു 4 ടീമിൽ ഒരു 250 PV വന്ന് നിങ്ങളൊരു 100 PV സ്വന്തമായിട്ട് ചെയ്ത 1100 PV ആയി. നിങ്ങൾ ആ മാസം തന്നെ ഡയറക്ടർ ആകുകയാണ്. അപ്പൊ അഡ്വൈസർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ പ്ലാനിൽ ഡയറക്ടറാണ്. 1100 PV കൊണ്ടുവരുന്ന ഒരാള് അദ്ദേഹം ഡയറക്ടറാണ്. ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഈ 6% പ്രോഗ്രസീവ് ബോണസിന് പുറമെ 17% ഡയറക്ടർ ബോണസിനും കൂടെ അദ്ദേഹം അർഹനാകും. അത് മാത്രമല്ല വരുന്നത്, ഞാൻ അത് വഴിയെ ഡയറക്ടറുടെ പൊസിഷൻ വരുമ്പോൾ പറഞ്ഞു തരാം. ഇനി നമുക്ക് അഡ്വൈസേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഈ അഡ്വൈസർമാർക്ക് ഓഫർ ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബോണസ് ആണ് പവർ ഓഫ് 4 ബോണസ് എന്ന് പറയുന്നത്. കമ്പനി ഈ ഇൻഫിനിറ്റി പ്ലാനിൽ നമ്മളെ സമീർ മോഡി സാറ് 5% ആ പൂളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. 5% എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു പൂളാണ്, നല്ലൊരു പേഴ്സൻറ്റേജ് ആണ് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവര് തുടക്കത്തിൽ തന്നെ ഈ പ്ലാനിന്റെ ശരിയായ സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് ഈ പ്ലാനിന്റെ ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോഷനാണ് പവർ ഓഫ് 4 എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു വീട് ശക്തമായി നിൽക്കണമെങ്കിൽ ഒരു 4 തൂണ് വേണം. അതുപോലെ നമ്മളുടെ നെറ്റ്വർക്ക് ശക്തമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 4 ലെഗ് വേണം. അതാണ് പവർ ഓഫ് 4 എന്ന് പറയുന്നത്. പുതുതായി കടന്നു വന്ന ആള് അല്ലെങ്കിൽ നിങ്ങൾ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ 4 നേരിട്ട് ഉള്ള ആൾക്കാർ 50 PV ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളും 50 PV ചെയ്യുക. നിങ്ങളുടെ നേരിട്ടുള്ള ഡയറക്ട്ലി സ്പോൺസേഡ് ആയിട്ടുള്ള 4 ലെഗ്, 4 പേർ, 4, 5, 6, 7, 8, 10 പേരോ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. എന്നിട്ട് ഇവരുടെ താഴെ തന്നെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. പക്ഷെ ആ 10 പേരെ നിങ്ങൾ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറക്റ്റ് ലെഗായിട്ട് തന്നെ കമ്പനി കണക്കാക്കും. ആ 10 പേരിൽ ഏതെങ്കിലും 4 ആൾക്കാർ 50 PV ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പവർ ഓഫ് 4ന് അർഹമാകും. അർഹമാകും. ഇതുകൂടാതെ നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻക്യൂഡീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ താഴെ ഒരു ഡയറക്ടർ വരികയും നിങ്ങൾക്ക് അടുത്ത ലെവൽ അച്ചീവ് ചെയ്യാനുള്ള സൈഡുകളെയും കവർ ചെയ്യാൻ വരാൻ പറ്റാത്ത ആൾക്കാരെയാണ് നോൺ ക്വാളിഫൈഡ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് അറിയാം. അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ പവർ ഓഫ് 4ന്റെ ഷെയർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ബിസിനസിന്റെ അടിത്തറ ബിൽഡിംഗ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരു അഡ്വൈസർക്ക് അവർക്ക് അവരുടെ 4 ലെഗിൽ നിന്നുള്ള ഗ്യാപ്പ് കമ്മീഷൻ സ്വന്തം ബിസിനസ് വോളിയത്തിൽ നിന്നും, ഇപ്പൊ ഉദാഹരണത്തിന് 4 ലെഗിൽ 50-50 ചെയ്യുകയാണെങ്കിൽ മൊത്തം 250 PV ആവും. 250 PV ചെയ്യുന്ന ഒരാൾക്ക് 4% പ്രോഗ്രസീവ് ബോണസ് എന്ന് പറയാം, നമ്മൾ നേരത്തെ കണ്ട ചാർട്ട് പ്രകാരം. അപ്പൊ 4%.
50 PV ചെയ്താൽ 3% കൊടുത്താൽ മതി. അപ്പൊ അവിടുന്ന് ഒരു ഗ്യാപ്പ് കമ്മീഷൻ 1% കിട്ടും. ഈ 1% ഗ്യാപ്പ് കമ്മീഷന് പുറമെ ഇവർക്ക് അപ്പൊ 108 രൂപയാണ് അത് ഗ്യാപ്പ് കമ്മീഷനായിട്ട് പ്രോഗ്രസീവ് ബോണസ് കിട്ടുന്നത്. ഇതിന് പുറമെ ഈ പവർ ഓഫ് 4 എന്ന് പറയുന്ന പൂൾ ബോണസിൽ നിന്നും 2 ഷെയറിന് അവർക്ക് അർഹമാകും. ഏകദേശം ഒരു 500-600 രൂപ. ഞാൻ കുറച്ച് പറയാണ്, ചിലപ്പോൾ കൂടുതൽ കിട്ടാം. 500-600 രൂപ കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുകയാണ്. ഒരു ഷെയർ വാല്യൂ ചിലപ്പോൾ 300 ആകാം, 400 ആകാം, 500 ആകാം. കാരണം ഈ മാസത്തെ ബിസിനസ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് പറയാൻ കഴിയുന്നത്. എങ്കിലും ഒരു 500 രൂപ കുട്ടിക്കും, കുറച്ച് തന്നെ കുട്ടിക്കും 500 രൂപ. അപ്പൊ ഈ 108ന് പുറമെ വെറും 250 PV ചെയ്യുന്ന ഒരാൾക്ക് 608 രൂപയ്ക്ക് മേളില് ചിലപ്പോൾ ഒരു 1000 രൂപ കിട്ടിയെന്നിരിക്കും. മേളില് ആ ഷെയർ ബോണസ് ഉൾപ്പെടെ നമുക്കൊരു വരുമാനം കിട്ടുകയാണ് തുടക്കത്തിൽ തന്നെ. അപ്പൊ അവരുടെ ആദ്യത്തെ ആ 4 ലെവല് 4 ടീം അങ്ങ് സെറ്റായി. ഇതില് രണ്ടാമത്തെ മൈൽ സ്റ്റോൺ നമ്മൾക്കറിയാം. നേരത്തെ നമ്മളെ ട്രിപ്പിൾ പവർ ചെയ്ത ആൾക്കാരാണ്. ആ രണ്ടാമത്തെ മൈൽ സ്റ്റോണില് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ 4 ലെഗിൽ എവിടെയെങ്കിലും താഴെ ഒരാള് 50 PV ചെയ്താൽ അതിനെ സെക്കൻഡ് ജനറേഷൻ ആയിട്ട് കണക്കാക്കും. ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന ആൾക്കാർ വഴി തന്നെ 50 PV ചെയ്യണം. പക്ഷെ സെക്കൻഡ് ജനറേഷൻ വരുമ്പോ ഇവിടെ വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ടുള്ള ആളിന്റെ ടീമില് ആരെങ്കിലും ഒരാൾ 50 PV ചെയ്ത് കഴിഞ്ഞാൽ അത് നേരിട്ട് കൊണ്ടുവന്ന ആളാകാം, അതിന് താഴെയുള്ള ആകാം. ഒരു ലെഗിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അയാളെ ഫസ്റ്റ് ജനറേഷനായിട്ട് സെക്കൻഡ് ജനറേഷനായിട്ട് കമ്പനി കണക്കാക്കും. അങ്ങനെ ഒരു ലെഗിൽ 2 ജനറേഷൻ വരികയും ഈ 4 ലെഗിലൂടെ 4 പേരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ 16 പേര് 50 PV ചെയ്യുന്നവർ വരും. കമ്പനി പറയുന്നത് 12 പേര് വന്നാൽ പോലും ഒരു ലെഗിൽ 2 പേര് മിനിമം ഉണ്ടായിരുന്നാൽ മതി. എന്നാൽ പോലും നിങ്ങൾ സെക്കൻഡ് മൈൽ സ്റ്റോൺ ക്വാളിഫൈഡ് ആയതായിട്ട് കമ്പനി കണക്കാക്കും. അവിടെ 4 ഷെയറിന്, നേരത്തെ പറഞ്ഞ 2 ഷെയറിന്റെ സ്ഥാനത്ത് 4 ഷെയറിന് നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടും. ഇപ്പൊ ഒരു 300 രൂപയ്ക്ക് 500 രൂപയ്ക്ക് ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1200 ചിലപ്പോൾ 2000 രൂപ വരെ കിട്ടിയേക്കാം. ആ ഷെയർ വാല്യൂ അനുസരിച്ച് 250-നും 500-നും ഇടയ്ക്കുള്ള ഒരു ഷെയർ വാല്യൂ ഉറപ്പ് സൂപ്പർ ബോണസ് ആണ് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ. ഇതിന്റെ ഈ ബിസിനസിന്റെ ഒരു ബേസ് ആണ്. ഈ ബേസ് നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡയറക്ടർ റാങ്ക് ക്വാളിഫൈഡ് ആകാൻ കഴിയും. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് ഒരാൾക്ക് ഡയറക്ടർ റാങ്ക് ക്വാളിഫൈഡ് ആകാൻ കഴിയുന്നത്? ഇതേ കണ്ടോ, നിങ്ങളുടെ 4 ലെഗ് ABCD എന്ന് പറഞ്ഞ 4 ലെഗ്, ഈ 4 ലെഗില് നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന ഈ ലെഗില് ഒരു 4 ആള് 50 PV ചെയ്യുന്നു. അങ്ങനെ എയുടെ ഗ്രൂപ്പ് PV 250 PV ആവും. 4 ടീമില് 250 PV നടക്കുമ്പോൾ 1000 PV ആയി. നിങ്ങൾ ഒരു 100 PV ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1100 PV ആയി. നിങ്ങൾ ഒരു ക്വാളിഫൈഡ് ഡയറക്ടറായി. ഡിയർ ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്ക് ഏതൊരാൾക്ക് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് ആ മാസം ക്വാളിഫൈഡ് ആകാൻ കഴിയും. അവരുടെ സർക്കിൾ എന്ന് പറയുന്നത് വാം സർക്കിളാ. ഒരു 8-10 ആൾക്കാരോട് ഈ ബിസിനസ് പ്ലാൻ പറഞ്ഞു കഴിയുമ്പോൾ 4-5 ആൾക്കാരെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അവരെ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് 50 PV ചെയ്യിക്കാൻ കഴിയും. നിങ്ങളുടെ ഫസ്റ്റ് ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പവർ ഓഫ് 4ന്റെ ആ ഫസ്റ്റ് ലെവൽ നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന 4 പേരെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഡയറക്ടർ ആകുകയാണ്. ഡയറക്ടർ റാങ്കിലേക്ക് നിങ്ങൾ വരികയാണ്. കണ്ടോ എന്ത് എളുപ്പമാണിത്. 4 ലെഗില് ഈ പ്ലാൻ, ഈ പവർ ഓഫ് 4 പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ജോയിനിങ് മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ഡയറക്ടർ റാങ്കിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും. ഡിയർ ഫ്രണ്ട്സ്, ഡയറക്ടറായിട്ട് റീറ്റെയിൽ പ്രോഫിറ്റ്, അതുപോലെ തന്നെ ലോയൽറ്റി ബെനിഫിറ്റ്, റീപർച്ചേസ് ഓഫർ, അതിനു പുറമെ പ്രോഗ്രസീവ് ബോണസ്, ഇതിനൊക്കെ പുറമെയാണ് ഡിയർ ഫ്രണ്ട്സ് ഒരു ക്വാളിഫൈഡ് ഡയറക്ടർക്ക് വെറും 1100 ബിസിനസ് വോളിയം കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്ക്
ഒരു ലീഡർക്ക്, ഒരു ഡയറക്ടർക്ക് ഈ 3 പൂൾ ബോണസ് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നു. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരിക്കലും ഇതൊരു മിനിമം വോളിയത്തിൽ സെറ്റിൽ ചെയ്യാതെ നിങ്ങൾ ഈ വോളിയം ഓവർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ഡയറക്ടർക്ക് മിനിമം ഈ 3 ബോണസും കൂടെ ഒരു 5000-6000 രൂപ കിട്ടുമെങ്കിൽ, നിങ്ങൾ ഓവർ ബിൽഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലീഡർ ആണെങ്കിൽ, കാര്യം നമ്മൾ 100 PV എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ ഒരു കൾച്ചറാണ്. നമ്മുടെ ബിസിനസിന്റെ ഒരു കൾച്ചറാണ്. നിങ്ങൾ ഈ 100 PV പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ എയുടെ ടീമിൽ 5 പേര് വന്നാൽ അവിടെ 500 PV നടക്കും. 4 ഗ്രൂപ്പിലൂടെ 2000 PV നിങ്ങൾക്ക് നടക്കും. 2000 PV നടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബോണസ് പൂളിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാം കൂടെ ചേർക്കുമ്പോൾ 5000 എന്നുള്ളത് ചിലപ്പോൾ ഒരു 8000, 10000, 12000, 15000 രൂപ വരെ നിങ്ങൾക്ക് ആ മാസത്തെ ഡയറക്ടറായിട്ട് തന്നെ ഈ പൂൾ ബോണസ് ഇൻകം ആയിട്ട് നിങ്ങൾക്ക് നേടാൻ കഴിയും. ഒരിക്കലും നിങ്ങൾ ഒരു മിനിമം മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വരരുത്. നിങ്ങൾ എന്താണോ ടാർഗറ്റ് ചെയ്യുന്നത്, ആ ടാർഗറ്റിനകത്ത് മാക്സിമം ലെവലിൽ നമ്മൾ ബിൽഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് 100 PV കൾച്ചർ നമുക്ക് ബെനഫിഷ്യൽ ആകും. നമ്മൾ ലീഡേഴ്സ് ഒക്കെ ചേർന്നിട്ട് 100 PV ചെയ്യുന്ന ആൾക്കാർക്ക് റെക്കഗ്നിഷൻ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ടീമിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ കൂടെ അതിന്റെ ഭാഗമാകുക. അപ്പം ഈ 3 ബോണസ് ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. ഈ 3 ബോണസും നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് ഈ ഡയറക്ടർ ബോണസ്? ഡയറക്ടർ ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ ടോട്ടൽ ഓരോ മാസമുള്ള ബിസിനസ് പോയിന്റ് വാല്യൂവിന്റെ ടോട്ടൽ പോയിന്റ് വാല്യൂവിന്റെ 17% കമ്പനി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പം അവരുടെ ബിസിനസ് വോളിയത്തിന്റെ 7% പോയിന്റ് ആണ് നമുക്ക് ഈ ബോണസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന കമ്പനി. ഇപ്പൊ 7% പോയിന്റ് എന്ന് പറയാം, 50,000 ബിസിനസ് വോളിയം കൊണ്ടുവരുന്ന ഒരാളാണെങ്കിൽ 3500 പോയിന്റ് കിട്ടും. 1,00,000 ബിസിനസ് വോളിയം കൊണ്ടുവരുന്ന ഒരാളാണെങ്കിൽ 7000 പോയിന്റ് കിട്ടും. ഇതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 രൂപയ്ക്കും 1.5 രൂപയ്ക്കും ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ 5000 കൊണ്ടുവരുന്ന 5000 പോയിന്റ് കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 7500 രൂപ കിട്ടും. 3000 പോയിന്റ് കിട്ടുന്ന ആളാണെങ്കിൽ ഏകദേശം 5000-ഓളം രൂപ, 4500 രൂപയോളം ഈ ഡയറക്ടർ ബോണസ് പോയിന്റ് കിട്ടും. നമ്മളെ ഇൻഡെക്സ് ഒക്കെ അടുത്ത മാസം കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. എങ്കിലും ശരി തന്നെ നമ്മൾ 1 രൂപയ്ക്ക് മേളിൽ ഉറപ്പായും ഈ ഇൻഡെക്സ് ഉണ്ടാകും. കാര്യം 15 ആയിരുന്നപ്പോൾ തന്നെ നമുക്ക് 1 രൂപയോളം ഡയറക്ടർ ബോണസ് ഇൻഡെക്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 17%. നല്ലൊരു ഇൻഡെക്സ് നമുക്ക് പ്രതീക്ഷിക്കാം. 1 രൂപയാണെങ്കിൽ പോലും നമുക്ക് 3500 രൂപയോളം ഈ ഡയറക്ടർ ബോണസ് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും. അപ്പം ഈ ഡയറക്ടർ ബോണസ് എന്ന് പറയുന്നത് ഡയറക്ടർ മുതൽ ഗ്ലോബൽ ഡയമണ്ട് ഡയറക്ടർ, ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ വരെയുള്ള ഡയറക്ടേഴ്സിന് കൊടുക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഫസ്റ്റ് ലെവലിലുള്ള 7%, 8%, 7%, 4%, 6%, 7%, അങ്ങനെ ഇത് ചെയ്യണ്ടോ. ഡയറക്ടർക്ക് 7%, സീനിയർ ഡയറക്ടർക്ക് 8%, അതിന്റെ സെക്കൻഡ് ലെവലിൽ 7% കേട്ടോ ഒരു സീനിയർ ഡയറക്ടർക്ക്. പരമാവധി ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കമ്പനി മാക്സിമം പെർസെൻറ്റേജ് തന്നിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് ആദ്യത്തെ ജനറേഷനിൽ നിന്ന് നിങ്ങളെ സ്വന്തം PV 7%, PGBV ഫസ്റ്റ് ലെവൽ ഡയറക്ടറിൽ നിന്ന് 7%, സെക്കൻഡ് ലെവലിൽ നിന്ന് 4%, തേർഡ് ലെവലിൽ നിന്ന് 1%, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഹയർ പെർസെൻറ്റേജ് നമ്മളെ ഡയറക്ടേഴ്സിനും, സീനിയർ ഡയറക്ടേഴ്സിനും, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനും, പ്ലാറ്റിനം ഡയറക്ടേഴ്സിനും എല്ലാം കമ്പനി ഈ പ്ലാനിൽ ഓഫർ ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു വരുമാനം നമുക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ കഴിയും. ഇതിന് പുറമെയാണ് വെഹിക്കിൾ ബോണസ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ വെഹിക്കിൾ ബോണസ് ഫണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഡയറക്ടേഴ്സിന് മാത്രമായിട്ടുള്ള ഫണ്ടാണ്. അത് 3% കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത്. നല്ലൊരു ഇൻഡെക്സ് ഉണ്ടാവും. 2500 രൂപ വരെ ഒരു മാസം നമുക്ക് ഈ ഫണ്ട് നേടിയെടുക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മിനിമത്തിൽ ക്വാളിഫൈഡ് ഡയറക്ടർ ആകാതെ ഓവർ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ടൈറ്റിൽ നിങ്ങൾക്ക് മാക്സിമം ആകാൻ പറ്റുന്ന, നേടാൻ പറ്റുന്ന, അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വോളിയം പോയിന്റ് വാല്യൂ നിങ്ങൾ നേടിയെടുക്കുകയാണ്. 100 PV പോലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് 2500 രൂപയോളം നിങ്ങൾക്ക് ഈ വെഹിക്കിൾ ബോണസ് നിങ്ങൾക്ക് മന്ത്ലി നേടിയെടുക്കാൻ കഴിയും. ഇത് ബോണസ് ആണ്, ഇറ്റ് ഈസ് നോട്ട് എ ഫണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മന്ത്ലി ചെക്കിനോടൊപ്പം കമ്പനി നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തരും. ദെൻ 6ാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നാഷണൽ ട്രാവൽ ഫണ്ടാണ്. ഈ നാഷണൽ ട്രാവൽ ഫണ്ടിന്
നേരത്തെ 3% മാറ്റി വെച്ചിരിക്കുന്നിടത്ത് ഇവിടെ 4%മാണ് കമ്പനി മാറ്റി വെച്ചിരിക്കുന്ന കാര്യം. ഇവിടെ സീനിയർ ഡയറക്ടേഴ്സിന് കൂടെ ഒരു ഷെയർ ഈ നാഷണൽ ട്രാവൽ ഫണ്ടിൽ കമ്പനി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ആ 4% പൂളിൽ നിന്ന് 5000 രൂപ വരെ നിങ്ങളുടെ ഗ്രൂപ്പ് പോയിന്റ് വാല്യൂവിനനുസരിച്ച് നിങ്ങൾക്ക് മന്ത്ലി ഏൺ ചെയ്തെടുക്കാൻ കഴിയും. ഇത് നല്ലൊരു ഇൻഡെക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് അത് 5000 രൂപ വരെ ഏൺ ചെയ്യാൻ കഴിയും. അപ്പം അതും അഡീഷണൽ ആയിട്ട് ഒരു ഡയറക്ടർക്ക് ഈ ഇൻഫിനിറ്റി പ്ലാനിൽ കമ്പനി ഓഫർ ചെയ്യുന്ന ഒരു ബോണസാണ്. അപ്പം നിങ്ങൾ നോക്കിയേ എന്തെല്ലാം ബോണസാണ് നേരത്തെ പറഞ്ഞ നമ്മളെ റീറ്റെയിൽ പ്രോഫിറ്റ്, ലോയൽറ്റി ബെനിഫിറ്റ്, ഫ്രീ പ്രോഡക്ട്സ് റീപർച്ചേസ് ഓഫറുകൾ, അതുപോലെ പ്രോഗ്രസീവ് ബോണസ്. അതിന് പുറമെയാണ് ഡിയർ ഫ്രണ്ട്സ് ഈ 3 പൂൾ ഫണ്ടും കൂടെ ലോവർ ലെവലിലുള്ള ലീഡർഷിപ്പിന് ഇൻകം ആയിട്ട് ഇൻഫിനിറ്റി പ്ലാൻ ഓഫർ ചെയ്യുന്നത്. ഇതൊരു സൂപ്പർ പ്ലാൻ ആണ്. നിങ്ങൾ നന്നായി പഠിക്കുക, മനസ്സിലാക്കുക ഡിയർ ഫ്രണ്ട്സ്. ദെൻ ബിൽഡ് മോർ ഡയറക്ടേഴ്സ്. നമുക്കറിയാം നമ്മൾ 4 ലെഗില് നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന ആൾക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്ത് 50 PV ചെയ്തപ്പോൾ 250 PV വന്ന്, അങ്ങനെ 4 ലെഗിൽ 250 PV വന്ന് നമ്മൾ 100 PV ചെയ്തപ്പോൾ 1100 PV ആയി നമ്മൾ ഡയറക്ടറായി. അതുപോലെ നിങ്ങളുടെ തൊട്ട് താഴെയുള്ള ഡൗൺലൈൻസിനെ നിങ്ങൾ ഡയറക്ടർ ആകാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുക, അവരെ ചേർത്ത് നിർത്തുക, അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പണിയെടുക്കുക ഡിയർ ഫ്രണ്ട്സ്. പണിയെടുത്ത് നിങ്ങൾ ടീമിൽ 4 ടീമിൽ കൂടുതൽ ഡയറക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുന്തോറും നിങ്ങളുടെ ഫിനാൻഷ്യൽ ആസാദിയിലേക്ക്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലേക്ക്, നിങ്ങൾ സ്വപ്നം കണ്ട ജീവിത നിലവാരം നിങ്ങൾക്ക് പുലർത്താനുള്ള ഇൻകത്തിലേക്കുള്ള യാത്ര നിങ്ങൾ അവിടെ തുടങ്ങുകയാണ് ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് സീനിയർ ഡയറക്ടർ ആകാം, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകാം, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകാം, പ്ലാറ്റിനം ഡയറക്ടർ ആകാം. നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ നമ്മുടെ താഴെ ഒരു സീനിയർ ഡയറക്ടർ ആൻഡ് എബോ ഒരു ഡയറക്ടറെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീനിയർ ഡയറക്ടർ ആകാൻ കഴിയും. സീനിയർ ഡയറക്ടർ ആകുന്ന ഒരാൾക്ക് കമ്പനി ഓഫർ ചെയ്യുന്ന അടുത്ത ബോണസാണ്, ഡയറക്ടർ ബോണസിന് പുറമെയുള്ള ബോണസാണ് മെന്റർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ പഴയ ലീഡർഷിപ്പ് LPB ബോണസ് ആണ് ഡിയർ ഫ്രണ്ട്സ്. ഇത് 15% ഈ പൂളിലേക്ക് കമ്പനി മാറ്റിവെച്ചിരിക്കുന്നത്. പഴയ ലീഡർഷിപ്പ് ബോണസിനേക്കാളും വളരെ ഹയർ ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് കമ്പനി ഈ മെന്റർഷിപ്പ് ബോണസിൽ കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജനുവരി മാസത്തെ നമ്മുടെ ബിസിനസ് വോളിയം എടുത്തിട്ട് കമ്പനി ഇത് കണക്കാക്കി നോക്കിയിട്ടാണ് പറയുന്നത്. വളരെ നല്ലൊരു ഇൻഡെക്സ് നമുക്ക് കിട്ടും. ഇത് നമ്മൾക്ക് ഓരോ ലെവലിൽ നിന്നും നമ്മുടെ ടൈറ്റിലിനനുസരിച്ച് നമുക്ക് ഓരോ ലെവലിൽ നിന്ന് കിട്ടും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെയാണ്. നമ്മളുടെ താഴെ ഒരു ഡയറക്ടർ റാങ്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ ലെഗിൽ 3600 GPV ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ വന്നു കഴിഞ്ഞാൽ ആ ലെഗിൽ നിന്ന് നമുക്ക് മെന്റർഷിപ്പ് ബോണസിന് നമ്മൾ ക്വാളിഫൈഡ് ആകും. നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് അതിനകത്തുണ്ടെങ്കിൽ ഈ 3600 പോയിന്റ് വാല്യൂവിന് വേണ്ടിയിട്ട് അവരുടെ സൈഡ് വോളിയം കൂടെ കമ്പനി അതിനോടൊപ്പം കൂട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡയറക്റ്റ് ലെഗിന്റെ ഗ്രൂപ്പ് വോളിയം വന്നാൽ മതി 3600 GPV എന്ന് പറയാം. താഴേക്കുള്ള ഒരാളാണ് ഡയറക്ടർ ആകുന്നതെങ്കിൽ പോലും നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന ആളിൽ 3600 GPV ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോണസിന് അർഹരായി കഴിയും. ഇതിൽ നിന്ന് മിനിമം ഗ്യാരണ്ടി ഒന്നും അപ്ലൈന് കൊടുക്കേണ്ട കാര്യമില്ല. ആ ബോണസ് നമ്മുടെ സ്പോൺസറിങ് നെറ്റ്വർക്ക് പ്രകാരം നമ്മുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് നമുക്കത് കിട്ടും. ഒരു സീനിയർ ഡയറക്ടർക്ക് അവരുടെ ഫസ്റ്റ് ജനറേഷനിൽ നിന്നും 8% ബോണസ് കിട്ടുന്നത്. കണ്ടോ, ഏറ്റവും ഹയർ ബോണസ് പെർസെൻറ്റേജ് ആണ്. എന്ന് പറഞ്ഞാൽ ജനറേഷന് വേണ്ടിയിട്ടുള്ള പോയിന്റ് കണക്കാക്കുന്നതിന് ഏറ്റവും കൂടിയ പെർസെൻറ്റേജ് ആണ് സീനിയർ ഡയറക്ടർക്ക് നൽകിയിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് 7%, സെക്കൻഡ് ജനറേഷനിൽ 4%, തേർഡ് ജനറേഷനിൽ 1 കിട്ടും. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് 6%, ഫസ്റ്റ് ജനറേഷനിൽ 6%, സെക്കൻഡ് ജനറേഷനിൽ 4%, തേർഡ് ജനറേഷനിൽ 2%, ഫോർത്ത് ജനറേഷനിൽ 1. പ്ലാറ്റിനം ഡയറക്ടർക്ക്
അവരുടെ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് 5%, സെക്കൻഡ് ജനറേഷനിൽ നിന്ന് 4%, തേർഡ് ജനറേഷനിൽ നിന്ന് 3%, ഫോർത്ത് ജനറേഷനിൽ നിന്ന് 2%, ഫിഫ്ത്ത് ജനറേഷനിൽ നിന്ന് 1%, ഡബിൾ ഡയമണ്ട് മുതൽ ഗ്ലോബൽ ഡയമണ്ട് വരെയുള്ള ആൾക്കാർക്ക് 6ഉം 7ഉം ലെവലിൽ നിന്നും 0.55% കൂടെ മാത്രമാണ് അവർക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റിനം ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്യുന്ന ഒരു ലീഡർക്ക് ഈ മെന്റർഷിപ്പ് ബോണസിന്റെ മാക്സിമം ബെനഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അടുത്ത ബോണസ് എന്ന് പറയുന്നത് വേൾഡ് ടൂർ ഫണ്ടാണ്. വിദേശ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി തരുന്ന ഫണ്ടാണ്. ഇതിന്റെ പേര് ടൂർ ഫണ്ട് എന്നാണ്. ഫണ്ട് എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കമ്പനി കീപ്പ് ചെയ്യുന്നതാണ്, മന്ത്ലി ബോണസിനോടൊപ്പം വരുന്നതല്ല. അതാണ് ഫണ്ടും ബോണസുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ ഈ ടൂർ ഫണ്ട് എന്ന് പറയുന്നത് കമ്പനി വർഷാവർഷം 2 വിദേശ യാത്ര കമ്പനി ഓഫർ ചെയ്യും. ഈ 2 വിദേശ യാത്ര പോകുമ്പോഴും നിങ്ങൾക്ക് ഈ കമ്പനി മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്ന് ഉള്ള പണം എടുത്തിട്ടാണ് കമ്പനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം നേരത്തെ വരെ 3% ഈ വേൾഡ് ടൂർ ഫണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്ലാനിൽ കമ്പനി അത് 6% എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പരിധി, ഒരാൾക്ക് കൊടുക്കുന്ന പരിധി 30,000 രൂപയായിട്ട് കമ്പനി നിജപ്പെടുത്തിയിട്ടുണ്ട്. 30,000 രൂപയായിട്ട്. അപ്പം ആ 30,000 രൂപയായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ടോപ്പ് ലെവൽ ലീഡർഷിപ്പിന് ചിലപ്പം 60,000 കിട്ടുന്നവരുണ്ട്, 1 ലക്ഷം കിട്ടുന്നവരുണ്ട്. അവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയായിരിക്കും നേരത്തെ ആൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊന്ന് ലിമിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഇൻഡെക്സിന്റെ വാല്യൂ കൂടിയിട്ട് നമ്മുടെ ഈ ഫണ്ടിന് എലിജിബിൾ ആവുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്ലാറ്റിനം ഡയറക്ടർ മുതലുള്ള ലോവർ ലെവൽ ലീഡർഷിപ്പിന് പരമാവധി ഫണ്ട് കിട്ടും. പരമാവധി ഫണ്ട് കിട്ടും. കാര്യം ഇൻഡെക്സിന്റെ വാല്യൂ കൂടുതലായിരിക്കും ആ ക്യാപ്പിംഗ് വരുമ്പോഴത്തേക്ക്. അപ്പൊ ആ ഫണ്ട് കിട്ടുന്ന രീതി പെർസെൻറ്റേജും വർദ്ധിപ്പിച്ചു, ഫണ്ടിന്റെ ലിമിറ്റും കമ്പനി ലിമിറ്റ് ചെയ്തു. അതുകൊണ്ട് ഇൻഡെക്സ് നേരത്തെയൊക്കെ 15 പൈസ 18 പൈസയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇനി അതിന്റെ 2 ഇരട്ടി 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ പണം വരാൻ പോവാണ് വേൾഡ് ടൂർ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം വേൾഡ് ടൂർ ഫണ്ടിനൊക്കെ പോകുന്ന എക്സ്പെൻസുകൾ കൂടി വരികയാണ്. ആ ഫണ്ടിനനുസരിച്ചുള്ള ആ എക്സ്പെൻസിനനുസരിച്ചുള്ള ഫണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വേൾഡ് ടൂർ ഫണ്ട് നമ്മളെ സഹായിക്കും ഡിയർ ഫ്രണ്ട്സ്. സൂപ്പർ സംഗതിയാണ്. ഇൻഫിനിറ്റി പ്ലാനിൽ സമീർ മോഡി സാറ് അറിഞ്ഞു തന്നിരിക്കുകയാണ് ഡിയർ ഫ്രണ്ട്സ്. നമ്മളപ്പോഴുള്ള സാധാരണക്കാരന്, സൂപ്പർ സ്റ്റാറുകൾക്ക് മാത്രമല്ല സാധാരണക്കാരനും അവന്റെ ജീവിതത്തെ പടുത്തുയർത്തി അവന്റെ ലൈഫ് സ്റ്റൈല് ഈ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ വേണ്ടിയിട്ട്, അവനെ കൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്ലാനാണ് ഡിയർ ഫ്രണ്ട്സ്. ദെൻ 9ാമത്തേത് എന്ന് പറഞ്ഞാൽ ലക്ഷറി കാർ ഫണ്ടാണ്. ഈ ലക്ഷറി കാർ ഫണ്ട് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്ക് ക്വാളിഫൈ ചെയ്യുന്ന ആ മാസം മുതൽ കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പല ആൾക്കാരും സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നമ്മുടെയൊക്കെ ടീമിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ലായിരുന്നു. കാര്യം എന്താ, 3 മാസം തുടർച്ചയായി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ മാസം മുതലേ ഈ ഫണ്ട് കിട്ടി തുടങ്ങുള്ളൂ. 3 മാസം നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ പോയി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ ഏതൊക്കെ മാസം സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്ക് എന്ന് പറയുന്ന സിംഗിൾ മന്ത് അച്ചീവ് ചെയ്താൽ പോലും കമ്പനി ഫണ്ട് തരാന്ന് പറയുന്ന, അതാണ് ഇൻഫിനിറ്റി സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്ക്, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്ക് നിങ്ങൾ ഏതെല്ലാം മാസം ക്വാളിഫൈ ചെയ്യുന്നു ആ മാസമെല്ലാം നിങ്ങൾക്ക് ഈ ഫണ്ട് കമ്പനി തരും. ഈ ഫണ്ട് കമ്പനിയിൽ കീപ്പ് ചെയ്യും. കാര്യം ഇതിന്റെ പേര് ഫണ്ട് എന്നാണ്. നിങ്ങൾ ആദ്യമായി കാറ് വാങ്ങുന്ന സമയത്ത് അതുവരെയുള്ള ഫണ്ട് ലംസമായിട്ട് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരും. മൊത്തത്തിൽ റിലീസ് ചെയ്ത് തരും. തൊട്ടടുത്ത മാസം മുതൽ നിങ്ങളെ ചെക്കിനോടൊപ്പം ഈ ഫണ്ട് റിലീസ് ചെയ്ത് തരും. ബ്യൂട്ടിഫുൾ ആണ് ഈ ഫണ്ട്. ഞാൻ 20 ലക്ഷം രൂപയുടെ അതിമനോഹരമായ ആസ്റ്റർ കാറ് 5 പൈസ കടമില്ലാതെ വാങ്ങിയത് ഈ ഫണ്ടിലൂടെയാണ് ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങൾക്കും ഈ ഫണ്ട് നേടിയെടുക്കാൻ കഴിയും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുന്ന രീതിയിലാണ് ഈ പ്ലാൻ കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, 10ാമത്തെ ബോണസ് എന്ന് പറയുന്നത് ഡ്രീം ഹൗസ് ബോണസ് ആണ്.
ഇത് നമ്മുടെ എല്ലാവരും ഒരു സ്വപ്നമാണ് ഒരു വീടെന്ന് പറയും. ഒരു മനോഹരമായ വീടെന്ന് പറയാം. ചിലപ്പോൾ നമ്മളൊരു വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അത് ചിലപ്പം ശരിയായ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ ലോൺ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ വീട്, കുടുംബ വീട്ടിൽ താമസിക്കുന്ന ആളാണ്, ഒന്ന് മാറി താമസിച്ച് ഒരു സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരിക്കും ഡിയർ ഫ്രണ്ട്സ്. നമുക്കറിയാം, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഞാനൊരു എംപ്ലോയി ആയിരുന്നു. ഇപ്പൊ മോഡി കെയർ പോലുള്ള ഒരു അവസരം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്റെ ഓഫീസിലുള്ള മറ്റെല്ലാ ആൾക്കാരും വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ട് അവർ ആ ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ആ ജോലിയോടുള്ള താല്പര്യം തന്നെ അവർക്ക് കുറയ്ക്കുന്ന ഒരു സംഗതിയാണ്. കാര്യം എന്ന് പറയാം, കാറ് വാങ്ങിക്കുന്നതിനും വീട് വെച്ചതിനുമുള്ള പൈസയാണ് ശമ്പളത്തിൽ 90% പിടിച്ചുകൊണ്ട് പോകുന്നത്. വളരെ തുച്ഛമായ പൈസയാണ് പിന്നെ ടേക്ക് ഹോം സാലറി ഉള്ളത്. സാലറിയുടെ പേഴ്സൺസിന് അങ്ങനെയാണ്. പക്ഷേ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ മോഡി കെയർ കമ്പനി പറയാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ നിങ്ങളുടെ വരുമാനം എടുത്തിട്ട് മോഡി കെയറിന്റെ ഡയറക്ടർ ബോണസോ മെന്റർഷിപ്പ് ബോണസോ അതുപോലുള്ള ബോണസുകളൊന്നും എടുത്ത് നിങ്ങൾ ഇതിനു വേണ്ടി മുടക്കേണ്ട കാര്യമില്ല. കമ്പനി നിങ്ങൾക്ക് കാറ് വാങ്ങാനും വീട് വയ്ക്കാനും വേണ്ടിയിട്ട് പ്രത്യേകമായി ബോണസുകൾ കരുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ മനസ്സിലിണങ്ങിയ ബോണസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെയൊക്കെ നമ്മൾ 6 മാസം 6 ലെഗിന് 3 മാസം കട്ടയ്ക്ക് നിന്ന് കഠിന പ്രയത്നം ചെയ്ത് നിലനിർത്തി കഴിഞ്ഞാൽ 4ാമത്തെ മാസം മുതലാണ് ഈ ബോണസ് കിട്ടി തുടങ്ങുന്നത്. പക്ഷേ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾ ഒരു പ്ലാറ്റിനം ഡയറക്ടർ റാങ്ക്, നിങ്ങൾ വെറും 4 ആൾക്കാരെ കൂടെ നിന്ന് അവരെ വെറും ഡയറക്ടർ റാങ്ക് 1100 PV കൊണ്ടുവന്ന് അവരെ ഒരു ഡയറക്ടറായി ക്വാളിഫൈ ചെയ്യിച്ചാൽ ആ മാസം മുതൽ ഈ ഡ്രീം ഹൗസ് ഫണ്ട് നിങ്ങൾക്ക് തരാമെന്ന് പറയാണ്. നിങ്ങൾ ഇനി ഒരു ബാങ്കിലും പോയി ലോൺ എടുക്കേണ്ട കാര്യമില്ല. ഈവൻ ലോൺ എടുത്തുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ EMI അടയ്ക്കാനുള്ള പണം നിങ്ങൾക്ക് ഇവിടുത്തെ ബോണസ് ആയിട്ട്, ഇതൊരു ഫണ്ടല്ല, ഇതൊരു ബോണസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇതിന്റെ പേര് ഡ്രീം ഹൗസ് ബോണസ് ആണ്. നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന മാസം മുതൽ നിങ്ങളുടെ ബോണസിനോടൊപ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കമ്പനി അതാത് മാസം കമ്പനി തരും. 50,000 രൂപ വരെ ഒരു മാസം ഈ ഫണ്ടായിട്ട് തരും. നേരത്തെ 1,20,000 രൂപ വരെ ടോപ്പ് ലീഡർഷിപ്പിന് കൊടുത്തുകൊണ്ടിരുന്ന ഫണ്ടാണ്. അതിന്റെ പരിധി കമ്പനി കുറച്ചുകൊണ്ട് 50,000 ആക്കി. അതുകൊണ്ട് ലോവർ ലെവലിലുള്ള ലീഡർഷിപ്പിനും കൂടുതൽ പൈസ കിട്ടുന്ന രീതിയിലാണ്, കൂടുതൽ ഫണ്ട് കിട്ടുന്ന രീതിയിലാണ് കമ്പനി ഇൻഫിനിറ്റി പ്ലാനിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഈ ആദ്യത്തെ പ്ലാൻ പ്രസന്റേഷൻ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. കാര്യം ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡർഷിപ്പും മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് സമീർ മോഡി സാറ് ഇങ്ങനെ ഒരു പ്ലാൻ ചേഞ്ച് കൊണ്ടുവന്നത്. സാറിന് മറ്റ് പ്ലാനുകൾ എന്തുകൊണ്ട് തൃപ്തിയായില്ല? കാര്യം ഇതിൽ പ്രവർത്തിക്കുന്ന ഓരോ സാധാരണക്കാരന്റെയും ജീവിതം മാറ്റിമറിക്കുക എന്നുള്ളതാണ്. ഓരോ കുടുംബങ്ങളിലും ഫൈനാൻഷ്യൽ ആസാദി കൊണ്ടുവരിക, അവന്റെ ലൈഫ് സ്റ്റൈൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് സമീർ മോഡി സാറിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ആ ലക്ഷ്യം സാധൂകരിക്കുന്ന, അത് സ്വായത്തമാക്കുന്ന ഒരു പ്ലാനിന് വേണ്ടിയുള്ള യാത്രയിലായിരുന്നു സമീർ മോഡി സാർ. അതുകൊണ്ടാണ് പല പ്ലാനുകളും അദ്ദേഹം പരീക്ഷിച്ചത്. ആ മഹാമനുഷ്യന്റെ നല്ല മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും ഡിയർ ഫ്രണ്ട്സ് മതിയാകില്ല. എത്രയോ ലക്ഷം ആൾക്കാരുടെ ജീവിതം മോഡി കെയറിലൂടെ മാറ്റിമറിച്ച അദ്ദേഹം കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതം മാറ്റിമറിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തിലൂടെയാണ് ഡിയർ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു ഇൻഫിനിറ്റി പ്ലാൻ, അൾട്ടിമേറ്റ് പ്ലാൻ, ഈ ഒരു മാറ്റം ഈ പ്ലാനിൽ ഉണ്ടാക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ മോഡി കെയർ ഈ പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്ന ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ ഓരോരുത്തരും ഈ പ്ലാൻ നിങ്ങൾ ഏറ്റെടുക്കണം ഡിയർ ഫ്രണ്ട്സ്, ഏറ്റെടുക്കണം. നിങ്ങൾ പഠിക്കണം. എന്നോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കണം. പഠിച്ചു മനസ്സിലാക്കി നിങ്ങളുടെ ലീഡർഷിപ്പിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മളെ പ്രമുഖരായിട്ടുള്ള നമ്മളെ ലീഡർഷിപ്പ് പ്രകാശ് സാർ, നമ്മളെ മഹേഷ് സാർ, അതുപോലെ തന്നെ നമ്മളെ രവീന്ദ്രൻ സാറ്, ഷർമിള മാഡം, അതുപോലെ തന്നെ നാസർ ഖാൻ സാർ, അഡ്വക്കേറ്റ് അനിൽ, അതുപോലുള്ള ആൾക്കാർ, ഷർമിള മാഡം, അതുപോലുള്ള ആൾക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബിസിനസ് പ്ലാനിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. നിങ്ങളെ സീനിയർ ലീഡർഷിപ്പുമായി ചേർന്നുകൊണ്ട് ടീമായി നിന്നുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ് പ്ലാൻ നിങ്ങൾ പ്രവർത്തിക്കണം. ചുരുങ്ങിയ സമയം മതി. ഇന്ന് വരെ കണ്ട മോഡി കെയർ അല്ല നിങ്ങൾ ഈ പ്ലാനിൽ ഇനി കാണാൻ പോകുന്ന കാര്യം. ഇത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് മോഡി കെയറിലല്ലാതെ മറ്റൊരു സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയില്ല. സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാനിലല്ലാതെ മറ്റൊരു സ്ഥലത്തും നമുക്ക് ഡിയർ ഫ്രണ്ട്സ് കാണാൻ കഴിയില്ല. ഇതാ നമ്മളുടെ ഓരോ കരിയറും വളരെ വലിയൊരു കരിയർ പാത്താണ് യഥാർത്ഥത്തിൽ ഈ 4 ലെഗിലൂടെ മോഡി കെയർ കമ്പനി ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ സ്പോൺസർ ചെയ്ത
4 ലെഗില് ഒരു ലെഗ് ഡയറക്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് സീനിയർ ഡയറക്ടർ ആവും. സീനിയർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ 17% ഡയറക്ടർ ബോണസ്, നേരത്തെ കണ്ട ബോണസുകൾക്ക് പുറമെ 17% ഡയറക്ടർ ബോണസ്, 4% ട്രാവൽ ഫണ്ട്, അതുപോലെ തന്നെ 15% മെന്റർ ലീഡർഷിപ്പ് ബോണസിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്വാളിഫൈഡ്. മെന്റർഷിപ്പ് ബോണസ് ആണ്. 4 പേരെ നിങ്ങൾ മെന്റർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി നൽകുന്ന ബോണസ് ആണ് ഈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ ഇന്ന് വരെ ആൾക്കാരെ മെന്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു മെന്ററായി മാറിക്കൊണ്ട് 4 പേരെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടിക്കുക. 4 ആൾക്കാരോടൊപ്പം നിൽക്കുക, 4 ടീമിനോടൊപ്പം നിൽക്കുക. അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എന്ത് കഠിന പ്രയത്നവും നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയും. എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ 4 ലെഗിൽ 2 ലെഗിനെ നിങ്ങൾ ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകാം. സീനിയർ ഡയറക്ടർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ലെഗ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 900 PGBB സൈഡ് വോളിയം വേണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ 4 ലെഗ് എന്ന് പറയുന്നത്. 250 PV 2 ലെഗിലും വന്ന് ഒരു ലെഗിലും 300 PV നിങ്ങൾ സ്വന്തമായി 100 PV ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സൈഡ് വോളിയം 900 PV എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട്, അതിലും കൂടുതൽ 100 PV പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 900 എന്നുള്ളത് 1000, 1500, 2000 ഒക്കെ നിങ്ങൾക്ക് സൈഡ് വോളിയം തന്നെ ജനറേറ്റ് ചെയ്യുക, ഓവർ ബിൽഡ് ചെയ്യുക. ഒരിക്കലും മിനിമത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കരുത്. പല ആൾക്കാരും ഈ ബിസിനസ്സിൽ എത്ര പറഞ്ഞാലും ശരി തന്നെ ഒറ്റക്കാലനായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കാണാൻ കഴിയും. പല ലീഡർഷിപ്പും മനസ്സിലാക്കിയിട്ട് 4 ലെഗിനെ ഫോക്കസ് ചെയ്ത ലീഡർഷിപ്പ് എല്ലാം പണം നേടിയിട്ടുണ്ട്. മോഡിക്കന്റെ പഴയ പ്ലാനിലാണെങ്കിൽ പോലും ഈ പ്ലാൻ ഒന്നുകൂടെ ഫോക്കസ്ഡ് ആണ് ഡിയർ ഫ്രണ്ട്. ഒരിക്കലും നിങ്ങൾ ഒരു ലെഗിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ 4 ലെഗിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് വോളിയം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വിഷയമേ അല്ല. നിങ്ങൾക്കൊരു ഒരു 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 ഒരിക്കലും നിങ്ങൾക്ക് ഒരു ടൈറ്റിൽ മിസ്സിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഈ പ്ലാൻ കമ്പനി പറയുന്ന ഈ സ്ട്രക്ചർ നിങ്ങൾ ദി പവർ ഓഫ് 4 എന്ന് പറയുന്ന സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകില്ല. അപ്പൊ 2 ലെഗിനെ നിങ്ങൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ 600 സൈഡ് വോളിയം മതി. അത് നിങ്ങൾക്ക് ബാക്കിയുള്ള 2 ലെഗിൽ നിന്ന് നിങ്ങളെ പേഴ്സണൽ ബിവിലൂടെ ആ വോളിയം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഡയറക്ടർ ബോണസ് കിട്ടും, മെന്റർ ബോണസ് കിട്ടും, വേൾഡ് ടൂർ ട്രാവൽ ഫണ്ട് കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയാണ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ദെൻ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ 3 ലെഗിനെ നിങ്ങൾക്ക് ഡയറക്ടർ റാങ്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ സൈഡ് വോളിയം 300 മതി. 4ാമത്തെ ലെഗിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 250 GPV മിനിമം ഉണ്ടാകും. 100 PV നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ 350 PV ആയി 300 PV മതി. നിങ്ങൾ സൈഡ് വോളിയത്തിന് പ്രശ്നം ഉണ്ടാവില്ല. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 4 പൂളിൽ നിന്നുള്ള വരുമാനം നിങ്ങൾക്ക് കിട്ടും. ഡയറക്ടർ ബോണസ് പൂളിൽ നിന്ന് കിട്ടും, മെന്റർഷിപ്പ് ബോണസ് പൂളിൽ നിന്ന് കിട്ടും, ലീഡർഷിപ്പ് ബോണസ് കിട്ടും, വേൾഡ് ടൂർ ഫണ്ടിൽ നിന്ന് വരുമാനം കിട്ടും, ലക്ഷറി കാർ ഫണ്ടിൽ നിന്ന് വരുമാനം കിട്ടും. ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒക്കെ ആവുന്ന ആള് ഒരു ലെഗില് മെന്റർ ബോണസ് വന്നാൽ പോലും നിങ്ങൾക്ക് ഒരു 50,000 രൂപയോളം, നേരത്തെയൊക്കെ 10,000, 20,000, 25,000 രൂപയ്ക്കകത്ത് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ബോണസ് ഫണ്ടിലെ ഇൻകം എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ലെഗില് മെന്റർഷിപ്പ് ബോണസ് വന്നാൽ പോലും നിങ്ങൾക്ക് 50,000 രൂപയ്ക്ക് മേളിൽ ഈ 4 പൂൾ ബോണസ് കൂടെ ചേർത്തിട്ട് വരുമാനം കിട്ടും ഡിയർ ഫ്രണ്ട്സ്. ഇനി പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറയുന്നത് ഈ പ്ലാനിലെ ഏറ്റവും മനോഹരമായ ഒരു ടൈറ്റിലാണ് ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലാറ്റിനം ഡയറക്ടർ റാങ്ക് ആണ് അച്ചീവ് ചെയ്യേണ്ടത്. നിങ്ങൾ 4 ലെഗിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരിൽ നിങ്ങൾ ഈ നമ്മുടെ പവർ ഓഫ് 4 നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മാസം കൊണ്ട് തന്നെ, മാക്സിമം പോയാൽ 3 മാസം കൊണ്ട് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാറ്റിനം ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. പ്ലാറ്റിനം ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞാൽ 4 ഡയറക്ടേഴ്സ് ആണ് വേണ്ടുന്നത്. പ്ലാറ്റിനം ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ BV മാത്രം മതി. പേഴ്സണൽ BV 100 മാത്രം മതി നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടിയിട്ട്. ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ടർ ബോണസ് പൂളിൽ നിന്ന് നിങ്ങൾക്ക് 17% പൂൾ നിങ്ങൾക്ക് കിട്ടും. മെന്റർഷിപ്പ് പൂളിൽ നിന്ന് 15% കിട്ടും. വേൾഡ് ടൂർ ഫണ്ടിൽ നിന്ന് 16% കിട്ടും. ലക്ഷറി കാർ ഫണ്ടിൽ നിന്ന് 5% പൂൾ നിങ്ങൾക്ക് കിട്ടും. ഡിയർ ഫ്രണ്ട്സ്, ഇതിനു പുറമെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ ഹൗസ് ബോണസ് ആ ബോണസ് ആ മാസം മുതൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നുള്ളതാണ് ഈ പ്ലാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഇത് വളരെ അതിമനോഹരമായ ഒരു പ്ലാനാണ്. തീർച്ചയായിട്ടും പ്ലാറ്റിനം ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്
4 ലെഗ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ 4 ലെഗ് നിങ്ങൾ മെന്റർഷിപ്പ് ബോണസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ മന്ത്ലി ഇൻകം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ 4 ലെഗില് ആരാണോ വർക്ക് ചെയ്യാൻ തയ്യാറുള്ളത്, വർക്ക് ചെയ്യാൻ തയ്യാറുള്ള ധാരാളം ആൾക്കാർ, ആ 4 ലെഗിൽ ധാരാളം ആൾക്കാർ വരും. നിങ്ങൾ അവരിലേക്ക് ഫോക്കസ് ചെയ്യുക, അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ടൈറ്റിൽ ഹയർ ടൈറ്റിൽ ആകും തോറും ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ ഈ 4 ലെഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആവും. ആ സ്ട്രോങ് ആയിട്ടുള്ള 4 ലെഗിലൂടെ എത്ര ദൂരം വേണമെങ്കിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഒരു ലെഗിൽ ഒരു വീലിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും 2 വീലുള്ള 2 വീലറിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും 3 വീലുള്ള ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും എത്രയോ കംഫർട്ടാണ്, എത്രയോ ദൂരം നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും ഡിയർ ഫ്രണ്ട്സ് 4 വീലുള്ള ഒരു സൂപ്പർ കാറിലൂടെ. ഈ പ്ലാൻ എന്ന് പറയുന്നത് 4 വീലുള്ള ഒരു സൂപ്പർ കാറാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേൾഡ് ടവർ ഫണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലക്ഷറി കാർ ഫണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പണത്തോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപ വരുമാനത്തോടൊപ്പം തന്നെ ഹോം ഫണ്ടും ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ പ്ലാനാണ്. നന്നായി ഇത് പഠിക്കുക. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ റെഡ് ഡയമണ്ട്, ഡബിൾ റെഡ് ഡയമണ്ട്, ട്രിപ്പിൾ റെഡ് ഡയമണ്ട് ടൈറ്റിലുകളുണ്ട്. ഈ ടൈറ്റിലുകളൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന റെഡ് ഡയമണ്ട് ഡയറക്ടർ പൂളിൽ നിന്നുള്ള വരുമാനം കിട്ടും. അതുപോലെ ബ്ലൂ ഡയമണ്ട് ആയി കഴിഞ്ഞാൽ ബ്ലൂ ഡയമണ്ട് പൂളിൽ നിന്നുള്ള വരുമാനം, അതൊക്കെ ലക്ഷങ്ങളുടെ വരുമാനം, ലക്ഷങ്ങളാണ് ഓരോ ബോണസും ഓരോ മാസവും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്ന ഡിയർ ഫ്രണ്ട്സ്. അതിലേക്കെല്ലാം തന്നെ ഈ 4 ലെഗിലെ പ്രൊമോഷനിലൂടെ നിങ്ങൾക്ക് എത്താൻ കഴിയുന്നതാണ് ഈ പ്ലാന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു ഡയറക്ടറിന് താഴെയുള്ള ആൾക്കാർക്ക് 15 PV ആണ് ബോണസ് കിട്ടാൻ മിനിമം ചെയ്യേണ്ടത്. വെറും 15 PV. അഡ്വൈസർ ലെവലിലുള്ള ആൾക്കാരാണ് ഡയറക്ടറിന് താഴെയുള്ളത്. 15 PV ആണ്. ഡയറക്ടർ മുതൽ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വരെ വെറും 50 PV മാത്രമേ ഉള്ളൂ പേഴ്സണൽ PV ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പ്ലാറ്റിനം ഡയറക്ടർക്ക് 100 PV ആണ്. റെഡ് ഡയമണ്ട് ഡയറക്ടർ മുതൽ 200 PV, ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ മുതൽ 300 PVയുമാണ് കമ്പനി പേഴ്സണൽ PV പറയുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇത് ഒരു അൾട്ടിമേറ്റ് പ്ലാൻ ആണ് റിയലി. ഇത് നമുക്ക് ഒരു ടീം ഉണ്ടാക്കിക്കൊണ്ട്, ഒരു ടീം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടുഗദർ വി ക്യാൻ അച്ചീവ് മോർ, ടുഗദർ വി ക്യാൻ അച്ചീവ് മോർ. ടീം പോസിറ്റീവായി വളരെ പവർഫുൾ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടീം പോസിറ്റീവായുള്ള ടോപ്പ് ലീഡർഷിപ്പിനെ അറിയാൻ പറ്റും. ഇതിൽ അച്ചീവേഴ്സ് ആയിട്ടുള്ള ടോപ്പ് ലീഡർഷിപ്പിനെ അറിയാൻ പറ്റും. മിഷൻ 100 എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് നമ്മൾ ചെയ്തിരുന്നു 1 വർഷത്തിന് മുമ്പ്. അതിലെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ 4 പില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ആയിരുന്നു. അതുപോലുള്ള പവർഫുൾ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനകത്ത് അച്ചീവേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. നമ്മളെ ടീമിൽ കാർ ഫണ്ടും കഴിഞ്ഞ മാസം നമ്മുടെ പ്ലാറ്റിനം ഡയറക്ടറായിട്ടുള്ള മഹേഷ് സാറ് നമ്മൾ പുതിയ കാർ വാങ്ങി, അദ്ദേഹം ലക്ഷറി കാർ വാങ്ങി. അതുപോലെ തന്നെ നമ്മളെ സീനിയർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള രാമദാസ് സാർ കാർ വാങ്ങി. അതുപോലുള്ള ധാരാളം അച്ചീവ്മെന്റ് നമ്മളെ ടീമിലുണ്ടായത് ആ ട്രെയിനിങ്. അപ്പം എല്ലാത്തരം ട്രെയിനിങ്ങുകളും ബേസിക് ട്രെയിനിങ് മുതൽ ടോപ്പ് ലെവൽ ട്രെയിനിങ് വരെ നമ്മൾ ട്രെയിനിങ്ങുകൾ ഡയറക്റ്റ് നമ്മൾ തുടക്കക്കാർക്കുള്ള അഡ്വൈസേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം ട്രെയിനിങ്, ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം ട്രെയിനിങ്, മറ്റ് ലീഡർഷിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ട്രെയിനിങ്ങുകളൊക്കെ, ടോപ്പ് ലീഡർഷിപ്പ് ട്രെയിനിങ്ങുകൾ, മെന്റർഷിപ്പ് ട്രെയിനിങ്ങുകളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടീം പോസിറ്റീവായിട്ട് ഒരു ടീമായി നിൽക്കുക, ടീമിന്റെ ഭാഗമായി നിൽക്കാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാര്യം അതിലാണ് ഇതിലെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല ഒരിക്കലും ഈ ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ ടീമായി ചെയ്യുന്നതാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് ഡിയർ ഫ്രണ്ട്സ്. ടീമായി നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ടോപ്പ് ലീഡർഷിപ്പിലുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാരുമായി ചേർന്ന് നിൽക്കാൻ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പലപ്പോഴും എല്ലായിടും ഉണ്ടാകും, നമ്മളെ വീടുകളിലില്ലേ. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റി എല്ലാവരെയും ഒരുപോലെ നമ്മൾ കണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ആൾക്കാരെ കൂട്ടി നിർത്തിക്കൊണ്ട് ഒരു ടീമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ എന്റെ പ്ലാന്റെ പേര് തന്നെ ഇൻഫിനിറ്റി എന്നാണല്ലോ. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പരിധിയില്ലാത്ത, അനന്തമായ എന്നൊക്കെ ഉള്ള അർത്ഥമാണ് അതിനകത്ത് വരുന്നത്. അത് തന്നെ ഏറ്റവും നല്ലത്. നന്നായിട്ടുണ്ട്, നല്ല പ്ലാൻ. വെരി ഗുഡ്. ഓക്കെ സർ. താങ്ക് യു.
ഓൾ ദി ബെസ്റ്റ് തുളസ് സാർ. തുളസ് സാർ നമ്മളെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. കൊല്ലത്തു നിന്നാണ് അദ്ദേഹം ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്നത്. വളരെ സീനിയർ ലീഡറാണ്. സംസാരിക്കും. ഇത് കേൾക്കാനല്ലേ സർ? വോയിസ് ഓഡിബിൾ ആണോ? സാർ കേൾക്കാം സാർ, സംസാരിച്ചോളൂ. ഓക്കെ. അപ്പോ ശരിക്കും സമീർ മോഡി സാറ് എന്താണ് അപ്ഡേഷനും അപ്ഗ്രഡേഷനും ചെയ്തിരിക്കുകയാണ്. ഇവിടെ സംഭവിച്ചത് ഇല്ല. ഞാൻ ഈ പ്ലാന് 2 ദിവസം കൊണ്ട് നല്ല പഠിച്ചു. അപ്പൊ പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ഇത് 0 to ഹീറോ പ്ലാൻ ആണ്. ഇൻഫിനിറ്റി പ്ലാൻ ആണ്, ബട്ട് 0 to ഹീറോ പ്ലാൻ. കാരണം എന്താണെന്നറിയാമോ? ഒരാള് തുടക്കത്തിൽ വരുമ്പോ അവന് 50 PV ചെയ്താൽ മതി. 50 PV ചെയ്യുമ്പോ ഈ ബിസിനസ്സിൽ അവന് പേഴ്സണൽ ആയിട്ട് നിൽക്കാനുള്ള എലിജിബിലിറ്റി ആയി. പക്ഷെ നമ്മളിവിടെ ഇപ്പൊ സാർ ഇവിടെ പഠിപ്പിച്ചു ഓവർ ബിൽഡ് നല്ല പക്ക സ്ട്രാറ്റജിയാണ്. നമ്മൾ 100 PV ചെയ്യണം, 100% 100 PV ചെയ്യണം. പക്ഷെ പൈസ ഇല്ലാത്തൊരു പാവപ്പെട്ടവനും 50 PV 1-ാം തീയതി 5-ാം തീയതിക്ക് അത് ചെയ്ത് അവന് ബിസിനസ്സിൽ ബി ആൻ എക്സാമ്പിൾ ആയ ശേഷം അവൻ 15-ാം തീയതിക്കകത്തോ 25-ാം തീയതിക്കോ 100 PV ചെയ്ത് ഓവർ ബിൽഡ് ചെയ്ത് 100 PV ചെയ്യണം. ഇറ്റ്സ് ഓക്കെ. പക്ഷേ സമീർ മോഡി സാർ ഇവിടെ ചെയ്തു വെച്ചിരിക്കണെന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ടവൻ, ഒരു ഈ ബിസിനസ്സേ അറിഞ്ഞാത്തവനെ ആദ്യമേ അവന്റെ 4 ലെഗ് 4 പില്ലേഴ്സിലോട്ട് അവനെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പവർ ഓഫ് 4 വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണം 4 ലെഗ് വരുമ്പോ സാർ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിന്റെ 5% ഒക്കെ അതിന്റെ ഷെയർ വാല്യൂ വെച്ച് 2 ഷെയർ തന്നെ 1000 രൂപയിൽ മുകളിൽ വരുമെന്ന് തോന്നും. അപ്പോ ഞാൻ സ്വന്തമായിട്ട് 50 PVയും ഞാൻ ആദ്യമേ തുടക്കത്തിൽ തന്നെ എന്റെ 1 ലെഗ് 1/2 ലെഗ് എന്നുള്ളത് മാറ്റി സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ട് 4 പില്ലർ കൺസെപ്റ്റ് 4 ലെഗിന് 50 PV ചെയ്യുമ്പോൾ തന്നെ അവന്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആയി. അപ്പൊ അവൻ തന്നെ ഒരു സ്റ്റേബിൾ ഇൻകത്തിന്റെ ഒരാളായി. ദെൻ അടുത്ത് ഈ 4 പേർക്കും അതേ ആ 1000-1500 രൂപയോ അവന് ആ മാസം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പവർ ഓഫ് 4 അല്ലേ, 444 എന്ന് വേണമെങ്കിൽ പറയാം. പവർ ഓഫ് 4. അപ്പോ ഇത് ഈ 4 ലെഗില് ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോ ഹി ബിക്കം എ ഡയറക്ടർ. അപ്പൊ ഡയറക്ടർ ആവുമ്പോ 5000 കിട്ടുന്നു എന്നുള്ളതിനുപരി ഇവിടെ ഒറ്റ ലെഗില് കുറച്ച് വോളിയം ക്രിയേറ്റ് ചെയ്ത് ക്വാളിഫൈഡ് ഡയറക്ടർ ആവുന്ന വ്യക്തികൾ ഫസ്റ്റ് മാസം വരും. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ 4 ലെഗിലൂടെ അതും 50 PV ചെയ്ത ഒരു നെറ്റ്വർക്കിലൂടെ 5000. ഞാൻ ഒരു 5000 ഞാനും ഇവിടെ പറയുന്നത്. തുടക്കത്തിൽ ഒരു 5000 മതി. ഫസ്റ്റ് മന്ത് ആദ്യത്തെ മാസം ജോയിൻ ചെയ്ത് ഫസ്റ്റ് മന്ത് ഡയറക്ടറായി 5000 മതിയെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ ഒരു ക്ഷമയുടെ തുടക്കം അവിടെ ക്രിയേറ്റ് ആവും. അപ്പൊ 5000 ഫസ്റ്റ് മന്ത് 4 ലെഗിലൂടെ 50 PV ആണെങ്കിലും ഓവർ ബിൽഡിലൂടെ 100 PV മസ്റ്റ്. അത് ടീം കൾച്ചർ ആണ്, ഈസ് ഓക്കെ. എങ്കിലും 50 PVയിലൂടെ അവൻ ഫസ്റ്റ് മന്ത് ഡയറക്ടർ ആവും. സെക്കൻഡ് മന്ത് 2-ാമത്തെ മാസം അവനൊരു ചെറിയ ലീഡർഷിപ്പ് അവന് മാക്കായി തുടങ്ങിയ അവന് മനസ്സിലായി 4 പേരെ വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് നിൽക്കാൻ പറ്റൂ. നെക്സ്റ്റ് മന്ത് വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. കമ്പനി പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ 4 പേരെയും ഡയറക്ടർ ആക്കുക എന്നുള്ളതാണ്. 1 മന്ത് ഡയറക്ടർ ഈസ് എ കൾച്ചർ. ടീം പോസിറ്റീവ് കൾച്ചറും 1 മന്ത് ഡയറക്ടറാണ്. അല്ലാതെ കമ്പനി തന്നെ ഇപ്പൊ ഇതാ ഒരു പ്രൊമോഷൻ ഒന്നും വെച്ചിട്ടില്ല. ഓൺലി അഡ്വൈസർ ദെൻ ഡയറക്ടർ. അപ്പൊ 1 മാസമാണ്. അപ്പൊ ഇവിടെ വരുന്ന ഒരു ബിഗിനറിന് ഫസ്റ്റ് മന്ത് ഡയറക്ടർ 5000, സെക്കൻഡ് മന്ത് പ്ലാറ്റിനം ഡയറക്ടർ. 4 ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, വേറെ പണിയില്ല. അവന് അഡ്വൈസർ, സെക്കൻഡ് അഡ്വൈസർ, തേർഡ് അഡ്വൈസർ അങ്ങനെ ആക്കണേൽ ഒരു അച്ചീവ്മെന്റും ഇല്ല. അപ്പൊ ഒരു ജീവിതത്തിൽ വിജയിക്കണം, എന്റെ ലൈഫ് ഒരു സ്റ്റേബിൾ ഇൻകം ആക്കണം, ദെൻ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലൂടെ പോകണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഫസ്റ്റ് മന്ത് ഡയറക്ടർ, സെക്കൻഡ് മന്ത് പ്ലാറ്റിനം ഡയറക്ടർ. 4 പേരെയും ഡയറക്ടറാക്കി പൈസ വാങ്ങിച്ചു കൊടുക്കുക, 5000 വാങ്ങിച്ചു കൊടുക്കുക. ഒരു വലിയ ടാർഗറ്റ് എനിക്ക് പറയാനേ ഇല്ല. പിന്നെ അതുപോലെ തന്നെ മനോജ് സാറ് മുമ്പ് ആ ട്രെയിനിങ് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ അന്ന് സാർ എനിക്ക് കുറച്ച് ബുക്കൊക്കെ തന്നു, അതൊക്കെ ഞാനത് റെഫർ ചെയ്തു. അപ്പൊ സാർ അന്ന് പഠിപ്പിച്ചത് തന്നെ 4 പില്ലർ, 4 പില്ലർ. അതിപ്പോ ഇതാ ഇൻഫിനിറ്റി പ്ലാനിൽ അത് മെർജഡായി. ഞാൻ അത് അഭിനന്ദിക്കുന്നു. കാരണം അന്ന് ഇതെല്ലാം പറഞ്ഞു തന്നു സാറ്. നമ്മളൊരു മീറ്റിങ്ങിന് വരുമ്പോൾ നമ്മളെ ഡയറക്ടറുള്ള 4 പേരെയും കൊണ്ടേ ആ മീറ്റിങ്ങിന് വരാവോ എന്ന് സാർ അന്ന് പറഞ്ഞു. അത് ഇന്നിപ്പോ ഇൻഫിനിറ്റി പ്ലാനിൽ ലൈവായി. അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം, ഡയറക്ടർ 5000, പ്ലാറ്റിനം ഡയറക്ടർ നോട്ട് LPV, നോട്ട് മെന്റർഷിപ്പ് ലീഡർഷിപ്പ് എടുക്കാതെ ഉള്ള ഇൻകം വെച്ചിട്ട് ഒരു 10-15,000 രൂപ കിട്ടൂലേ സാറേ? തീർച്ചയായിട്ടും കിട്ടും. അപ്പം 5000 നെക്സ്റ്റ് മന്ത് 15,000, 15,000 രൂപ. ദെൻ
1 lakh അല്ല, സോറി, 1.5 ലക്ഷം. ഡെഫിനറ്റ് ആയിട്ട് സാർ. കാരണം നമ്മുടെ ഈ 4 പേരെയും ഡയറക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ 4 പേര്, നമ്മളെ കൂടെ നിൽക്കുന്ന 4 പേരാണ്, നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന 4 പേരാണ്. അവർക്ക് പിന്നെ LPD ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇപ്പൊ മെന്റർഷിപ്പ് ബോണസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അൾട്ടിമേറ്റ്. ശരിയല്ലേ സാറേ? അപ്പൊ ആ എന്റെ 4 ലെഗിനെ ഞാൻ പ്ലാറ്റിനം ആക്കുമ്പോഴത്തേക്ക് ഞാൻ എന്റെ കൂടെയുള്ള 4 പേരെ ഡയറക്ടർ ക്വാളിഫൈഡ് ആക്കി അവർക്ക് ഡയറക്ടർ ബോണസ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പ്ലാറ്റിനം ആവണം. ഞാൻ പ്ലാറ്റിനം ആയി കഴിഞ്ഞാൽ പിന്നെ എന്റെ എയിം എന്താണ് സാർ? എന്റെ കൂടെയുള്ള 4 പേരെയും മെന്റർഷിപ്പിന്റെ ബിസിനസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ 1 lakh, 1 ലക്ഷം, സോറി 1.5 lakhs. 1 ലക്ഷത്തിൽ നിൽക്കില്ല. കാരണം 4 പേരും 3500 PV ചെയ്ത് ജസ്റ്റ് ഒരു കയ്യലപ്പുറത്തെ തേങ്ങ പോലെ ബാലൻസ് ചെയ്യാൻ പറ്റൂല. ഏതെങ്കിലും ഒരാൾ ഹൈ പെർഫോമർ ആയിരിക്കും, അവൻ 2 lakhs PV, അല്ല അവൻ 3600 7000 PV ചെയ്തിരിക്കും. അതുകൊണ്ട് 1.5 ലക്ഷം മസ്റ്റ് ആണ്. അപ്പോ സമീർ മോഡി സാറ് ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാവപ്പെട്ടവനും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ മനസ്സുള്ളവന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് മന്ത് ഡയറക്ടർ ആവാം, സെക്കൻഡ് മന്ത് പ്ലാറ്റിനം ആവാം, തേർഡ് മന്ത് ആ പാവപ്പെട്ടവന് മെന്റർഷിപ്പ് ബോണസിനെ കുറിച്ച് പഠിച്ച് മെന്റർഷിപ്പിന് വേണ്ടി 3600 PV ഒരു ലെഗിൽ ഉണ്ടാക്കണ പണി, 4 ലെഗിൽ ഉണ്ടാക്കണ പണി അവന് 3ാമത്തെ മാസം പഠിപ്പിക്കുകയാണ്. ആരായിരുന്നാലും ഏത് ടീമിലായിരുന്നാലും ഈ പ്ലാൻ വഴി. അപ്പൊ എനിക്ക് മനസ്സിലായ ഇതൊരു ഫസ്റ്റ് ഗുഡ് സൂപ്പർ പുതിയ ഒരാളിന്റെ 50 PV-യിലൂടെ പെട്ടെന്ന് 1 lakh ക്രോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് പ്ലാൻ വെച്ചിരിക്കുന്നത്. എനിക്ക് ഇതുവരെയുള്ള ആസാദി പ്ലാനിലും എനിക്ക് ആ കഴിഞ്ഞ ട്രിപ്പിൾ പവർ ബോണസിന് നല്ല ഇഷ്ടമായിരുന്നു. ആ ബോണസ് മറ്റു കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. ട്രിപ്പിൾ പവർ സൂപ്പർ ആയിരുന്നു, പക്ഷെ അതിനേക്കാളും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഇവിടെ കാണിക്കുന്നത്. രണ്ടാമത്തെ സമീർ മോഡി സാർ ഒളിച്ചു വെച്ചിട്ടുള്ള നിധി എന്താണെന്ന് ചോദിച്ചാൽ, ഡയറക്ടർ ആവുമ്പം 5000 രൂപയാണെങ്കിലും അതിൽ കൊച്ചു പൈസ ബൈക്കിന്റെ ബോണസിലോട്ട് മാറ്റണം. കുറച്ച് പൈസ അവനെ ഡയറക്ടർ ആവുമ്പോഴേ അവനെ ട്രിപ്പിൽ പോകാൻ വേണ്ടി നാഷണൽ ട്രിപ്പിന്റെ ഒരു കൊച്ചു ബോണസ്. പക്ഷെ ആ 1 മാസം മതി അവന് ആ ബോണസ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് പ്ലാറ്റിനം ആവുമ്പോ 4 ലെഗിനെ ഈ ഒരു 2 മൈൽ സ്റ്റോൺ 4 ലെഗിനെ കടത്തി വിടുമ്പോ 4 പേരും ഡയറക്ടർ ആവുന്നു. ഇപ്പൊ ഈവൻ ഞാനാണെങ്കിൽ ഞാൻ പ്ലാറ്റിനം ഡയറക്ടർ ആവുന്നു. പ്ലാറ്റിനം ഡയറക്ടർ ആവുന്നതോടെ കമ്പനിയുടെ 12 തരം ബോണസിൽ 10 ബോണസും എനിക്ക് കിട്ടുകയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇത് സമീർ മോഡി സാർ ആള് വില്ലനാണ്. റിയലി ചെയ്യുന്നവനെ മാക്സിമം പമ്പിപ്പിക്കണം എന്നുള്ളതാണ്. സെക്കൻഡ് മന്ത് ഞാനൊരു ബിഗിനർ ആണെങ്കിൽ ഈ മെയ് മാസം കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ആവുമ്പം കമ്പനിയുടെ 12 ബോണസിൽ 10 ബോണസും കിട്ടുന്നവരായിട്ട് എന്നെ മാറ്റുകയാണ് കമ്പനി. മനസ്സിലായോ? സാധ്യത മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയിട്ട് വേണം വർക്ക് ചെയ്യാൻ. കാരണം ഞാന് ഓൾറെഡി പ്ലാറ്റിനം ഡയറക്ടറാണ്. ഞാൻ അടുത്ത ഡയമണ്ട് ഡയറക്ടർ ആയിട്ട് ഹോം ഫണ്ടിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു, ധാരാളം പ്രാവശ്യം ചിന്തിച്ചു. പക്ഷെ 4 ഡയറക്ടർ ഫോം ചെയ്യണ ആ മാസം 3 മാസം വെയിറ്റിംഗ് ഇല്ല. ആ മാസം കഴിഞ്ഞ് അടുത്ത മാസം 10ാം തീയതി പൈസ വരുമ്പോ അവിടെ വീട് വെക്കേണ്ട പൈസ കൂടെ തരയാണ്. അപ്പൊ വീട് വെക്കേണ്ടത് ലക്ഷറി കാറിന്റെ ബോണസ്, ഇന്റർനാഷണൽ ട്രിപ്പ് ബോണസ് പ്ലസ് മറ്റെല്ലാ ബോണസും നാച്ചുറൽ ആയിട്ടുള്ള 10 തരം ബോണസ്, മൊത്തം 12 തരം ബോണസേ ഉള്ളൂ. ഇനി കമ്പനി മാറ്റി വെച്ചിരിക്കുന്ന വേറെ 2 ബോണസ്, റെഡ് ഡയമണ്ട് ബോണസും ബ്ലൂ ഡയമണ്ട് ബോണസ് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതൊക്കെ 3 മാസം കൊണ്ട് മിഷൻ 90 ഡേയ്സ് പ്ലാൻ ചെയ്യുന്ന ഒരു പാവപ്പെട്ട വീട്ടില് ദാരിദ്ര്യമുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ കടമുള്ള ഒരു പാവപ്പെട്ട ഒരു കൊച്ചു പയ്യന്, 18 വയസ്സായ പയ്യന് 3 മാസം കൊണ്ട് ഇത് പോസിബിൾ ആണ്. 2ാമത്തെ മാസം പ്ലാറ്റിനം ഡയറക്ടർ ആവും, 3ാമത്തെ മാസം മെന്റർഷിപ്പിന് വേണ്ടി വർക്ക് ഇട്ട 1 ലക്ഷമെങ്കിലും LPB അടിക്കാം. 25,000 മുകളിൽ ഗ്യാരണ്ടി. അപ്പം 5000 രൂപ ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത് പ്ലാറ്റിനം ആയിക്കൊണ്ട് 10,000 15,000 രൂപ സെക്കൻഡ് മന്ത്, തേർഡ് മന്ത് 25,000 ആ 1 ലഗിൽ നിന്ന്. അപ്പോൾ ഒരു 35,000 വരും. 3 മാസം കൊണ്ട് 35,000 രൂപ നാച്ചുറലി ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാനാണ് സാർ. ഞാൻ സമീർ മോഡി സാറിന് സല്യൂട്ട് ചെയ്യണു. ശരിക്കും എനിക്കിപ്പോ ഇതിലൂടെ ഒരു മനസ്സിലായ കാര്യം, സ്ട്രക്ചർ ഇല്ലെങ്കിൽ, 4 ലെഗിൽ സ്ട്രക്ചർ ഫോക്കസ് ചെയ്യില്ലെങ്കിൽ ഇൻഫിനിറ്റി പ്ലാനിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയിക്കൊള്ളണം. പൈസ തരൂല കമ്പനി. അതുകൊണ്ടാണ്. പക്ഷെ അത് കമ്പനി മുൻകൂട്ടി ചെയ്യണോന് അത് ചെയ്യാതെ ഡയറക്ടർ ആക്കൂല എന്ന് കമ്പനി തീരുമാനിച്ചിരിക്കുകയാണ്. 4 ലെഗിനെയും 50 PV വെച്ച് ചെയ്താണ് ആദ്യമേ ഫസ്റ്റ് മൈൽ സ്റ്റോൺ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും 4 ലെഗ് ലീഡർഷിപ്പിൽ കയറി വരും. ഇനി 4 ലെഗിൽ ഏതൊരു ലെഗ് വീക്കായാൽ ആ വീക്കായ ലെഗിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും അവിടെയുള്ള ആ വ്യക്തികളോട് വ്യക്തിബന്ധം ഉണ്ടാക്കി നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കി ആ ലെഗിനെയും കൂടെ പവർഫുൾ ആക്കി കൊണ്ടുവന്ന് ഇവിടെ മില്ലീനിയർ ആവും. അപ്പൊ എനിക്ക് മനസ്സിലായ, എനിക്കിപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, എനിക്ക് മനസ്സിലായ കാര്യം, പുതിയൊരു ബിഗിനർ ഇൻഫിനിറ്റി പ്ലാനിൽ വന്നു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് 25,000 പ്ലസ് 35,000 മാക്സിമം 35,000 വരെ
ഇങ്ങോട്ടേക്കുള്ള സൂപ്പർ പ്ലാൻ ആണ് സമീർ മോഡി തന്നിരിക്കുന്നത്. ഇത് ഞാൻ റിയലി എക്സൈറ്റഡ് ആണ്. ഇത് ഞാൻ എന്റെ പുതിയ ആൾക്കാരോട്ട് ഞാൻ ഡ്രൈവ് ചെയ്യും. എങ്കിലും ഇത് ശരിക്കും വാല്യൂ ഉള്ള അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം 35,000 രൂപ മൂന്നാമത്തെ മാസം. അതിനുവേണ്ടി നമ്മൾ എക്സ്പീരിയൻസിനെ അവർക്ക് ഷെയർ ചെയ്യും. സൂപ്പർ സാർ, മനോജ് സാറിനും ഈ പ്ലാൻ പഠിച്ചത് മനസ്സിലായി. എന്നെ അടുത്ത് 1-2 വർഷം നമ്മൾ സംസാരിച്ചല്ലോ സാർ. അപ്പോഴും ഞാൻ അതെ ഇതെല്ലാം കുറച്ച് ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്തു. എനിവേ നമ്മൾ ഇതുവരെ ഈ മോദി കെയർ ബിസിനസ്സിൽ പിടിച്ചു നിന്ന് ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ് ഈ പ്ലാൻ സമീർ മോഡി സാർ നമുക്ക് കൊണ്ടുവന്നത്. ഇത് അബ്സല്യൂട്ട്ലി ഇൻഫിനിറ്റി പ്ലാൻ തന്നെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പ്രകാശ് സാർ. തീർച്ചയായിട്ടും ഒരു സൂപ്പർ ലീഡർക്കാണ് സൂപ്പറായിട്ട് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അദ്ദേഹം ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ നമ്മളോട് ഷെയർ ചെയ്തു എന്നുള്ളതാണ്.